ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദനും പിങ്കിയുടെയും ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിലും വരും ദിവസം മുതൽ പ്രൊമോ വിശേഷവും റിയൽ വിശേഷവും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ ആ സപ്പോർട്ട് എനിക്ക് ഒരുപാട് ഗുണം ചെയ്ത് ഇനിയും ഞാൻ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഗൗതമിൻ്റെയും അളകനന്ദനും പിങ്കിയുടെയും കഥകൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ ചില രസകരമാകുന്ന നിമിഷവും ചില പുതിയ അതിഥികൾ ഇന്ത്യവൃത്ത് കാലുകുത്തുകയും അത് ആർക്കൊക്കെ ഗുണം ചെയ്യുന്നു ആർക്കൊക്കെ ദോഷം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന സംഭവം. അതിനപ്പുറം നമ്മുടെ നന്ദയ്ക്ക് ചില തിരിച്ചടികൾ അടുത്ത ആഴ്ച എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ലഭിക്കുന്നുണ്ട്. അതിനുശേഷം നന്ദ രണ്ടും കൽപ്പിച്ച് പിങ്കിയുമായിട്ട് നേർക്കുനേർ പോരാടുന്ന ചില നിമിഷവും നമുക്ക് രസകരമാകുന്ന രീതിയിൽ കാണാൻ കഴിയും കേട്ടോ. കഴിഞ്ഞ ആഴ്ചത്തേക്ക് രസകരമാകുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. കാരണം നന്ദ പിങ്കിക്ക് മുൻപിൽ പിങ്കിയുടെ യാതൊരു തന്ത്രത്തിനും മുൻപിലും തോൽക്കാതെ രസകരമായി എന്ന രീതിയിൽ അതിനെയെല്ലാം നേരിട്ട നന്ദയുടെ ഒരു മാസ് പ്രകടനം തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച. എന്നാൽ അവസാന ഭാഗത്തിൽ നമ്മൾ കണ്ടല്ലോ അരുന്ധതിയുടെ വിലയേറിയ വിലക്ക്, ആ വിലക്ക് മറികടന്ന് നന്ദയ്ക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത ചില സാഹചര്യമാണ്. അതിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന നന്ദനെ നമുക്ക് കാണാം അല്ലേ. അരുന്ധതി പറയുകയാണ്, ഇനി പിങ്കിയുടെ മേൽ നിനക്ക് യാതൊരു അല്ലെങ്കിൽ പിങ്കിയുടെ കാര്യത്തിൽ നിനക്ക് ഇടപെടാൻ യാതൊരു അനുവാദവുമില്ല. അതുകൊണ്ട് നീ ഇനി പിങ്കിയുടെ അടുക്കൽ ആവശ്യമില്ലാത്ത കാര്യവുമായിട്ട് ചെന്നാൽ ഈ അരുന്ധതി ആരാണെന്ന് അറിയാം എന്നൊരു വലിയൊരു വിലക്ക് നന്ദയെ ഒരുപാട് വിഷമിപ്പിക്കുന്നു. അതിനുശേഷം പുതിയൊരു അതിഥി വരുന്നു. ആ അതിഥി ഒരു സജീവനായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു കൈനോട്ടക്കാരനായിട്ട് വരുന്നുവെങ്കിലും ഒരു കോമാളി ലുക്കിലാണ് വരുന്നത്. പക്ഷേങ്കിൽ കോമാളി, അതായത് കൈനോട്ടക്കാരൻ ഒരു കോമാളിയാണെന്ന് ഞാൻ പറയുന്നില്ല, ചില വാക്കുകൾ കൊണ്ട് താനൊരു കോമാളിയായി മാറുന്നു. എന്നാൽ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ ഈ കോമാളി ആരാണ് എന്ന് ഇന്ദീവരം തറവാട് അറിയുവാൻ പോകുന്ന ചില നിമിഷമാണ്. അത് ഇന്ദീവരം തറവാടിൻ്റെ വലിയൊരു മാനക്കേടിലേക്ക് തള്ളിവിടുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ സജയൻ എന്ന ആ വ്യക്തി ആ വേഷഭൂഷാദികളൊക്കെ മാറ്റി ആ കൈനോട്ടക്കാരൻ്റെ വേഷമൊക്കെ മാറി ഇന്ദീവരത്ത് തനിക്കൊരു ബന്ധമുണ്ടെന്നും അല്ലെങ്കിൽ ഇന്ദീവരം തറവാട്ടുകാരുമായി തനിക്കൊരു ബന്ധമുണ്ടെന്നും ആ ബന്ധം അങ്ങനെ പുറത്ത് പറയുവാൻ പറ്റുന്നൊരു ബന്ധമല്ലെന്നും പറഞ്ഞ് വീണ്ടും മടങ്ങിയെത്തുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച എപ്പിസോഡിൽ പ്രധാനമായി നടക്കുവാൻ പോകുന്നത് കേട്ടോ. അതിൽ നിന്ന് നിജസ്ഥിതി എന്താണ് എന്ന് അടുത്ത ആഴ്ച എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. എന്തായാലും പവിത്രയെ ലക്ഷ്യമിട്ടാണ് ഈ സജയൻ എന്ന ഈ കൈനോട്ടക്കാരൻ അവിടെ എത്തുന്നത്. അങ്ങനെ അതിനുശേഷം സജയനെ അവിടുന്ന് ഗൗതമിൻ്റെ അച്ഛൻ ഇറക്കി വിടുന്നു. എന്നാൽ ഇറക്കി വിട്ടതിന് ശേഷം വീണ്ടും ഇന്ദീവരത്തേക്ക് വരുന്നത് നല്ല ടിപ്പ് ടോപ്പായിട്ടൊരു ഉദ്യോഗസ്ഥൻ്റെ ലുക്കിൽ വരികയാണ്. വരുന്നത് വേറെ ഒന്നും പറയുവാനല്ല, ഇവിടെ തനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ടെന്നും ആ വേണ്ടപ്പെട്ടയാൾ വേറെ ആരുമല്ല പവിത്രയാണ് എന്നും പറയുമ്പോൾ ഇന്ദീവരം തറവാട് ഞെട്ടുന്ന ചില നിമിഷമാണ്. അതായത് ഒരു അഭിഹിത ബന്ധം, അല്ലെങ്കിൽ അഭിഹിത ബന്ധമല്ല, ഒരു പൂർവ്വകാല ബന്ധം പവിത്രയുമായിട്ട് തനിക്കുണ്ടെന്നും അതുകൊണ്ട് തന്നെ പവിത്രനെ കാണാൻ വന്നതാണ് എന്ന് പറയുകയും ചെയ്ത് ഈ സജയൻ എന്ന വ്യക്തി അവിടുത്തെ പതിയെ ഒഴിവാകുന്നുണ്ട്, ഇപ്പം തൽക്കാലം ഒഴിവാകുന്നുണ്ട്. എന്നാൽ ആ ഒഴിവായതിനു ശേഷം അല്ലെങ്കിൽ മാറിയതിനു ശേഷം ഇന്ദീവരം തറവാട്ടിൽ പവിത്രയെ മോഹിനി വളരെയേറെ ദ്രോഹിക്കുകയും അതുപോലെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുക. യഥാർത്ഥത്തിൽ പവിത്രയ്ക്ക് ഈ സജയൻ എന്ന വ്യക്തിയെ അറിയുമോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത ആഴ്ച എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളെ കാണാൻ കഴിയുള്ളൂ. എന്തായാലും സജയൻ പറയുന്നു പവിത്രയുമായിട്ട് തനിക്ക് ഒരു വലിയൊരു ബന്ധമുണ്ടെന്നും അത് മുൻകാല ബന്ധമാണെന്നും അതുകൊണ്ട് പവിത്രനെ കാണണമെന്നൊക്കെ പറഞ്ഞ് വലിയ അവകാശവാദമായിട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ അത് ഈ വാക്ക് പറഞ്ഞങ്ങ് പോയി. പക്ഷേ ഇന്ദീവരം തറവാട്ടുകാർക്ക് അല്ലെങ്കിൽ തറവാട്ടിൽ ഇത് മതിയല്ലോ ഒരു വലിയൊരു സ്ഫോടനം നടക്കുക, അല്ലെങ്കിൽ വലിയൊരു വിഷയമുണ്ടാകുവാൻ. ആ വിഷയം എരിഞ്ഞ് അല്ലെങ്കിൽ കത്തി എരിയുന്നൊരു ഭാഗമൊക്കെയാണ് അടുത്ത ആഴ്ച എപ്പിസോഡിൽ കാണുന്നത്. അങ്ങനെ പവിത്രയുടെ മേൽ വലിയൊരു സംശയമുണ്ടാകുകയും അങ്ങനെ പവിത്രനെ മോഹിനി, തൻ്റെ അമ്മായിമ്മ മോഹിനി പരസ്യമായി ആക്ഷേപിക്കുകയും അങ്ങനെ ഇന്ദീവരത്ത് ഈ നിരക്ക് നിൽക്കുവാൻ യാതൊരു അവകാശവുമില്ല, എത്രയും വേഗം ഈ തറവാട് വിട്ട് ഇറങ്ങണമെന്നും ഒരു വലിയൊരു കൽപ്പന കൊടുക്കുന്നതൊക്കെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ പവിത്ര നിലവിളിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആരും തനിക്ക് സഹായമില്ല, പവിത്രയ്ക്ക് ആരും സഹായമില്ല. സത്യത്തിൽ പവിത്രയ്ക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടല്ലോ, നന്ദനെ എങ്ങനെയെങ്കിലും കുനിപ്പിക്കാമോ അല്ലെങ്കിൽ നന്ദയ്ക്കിട്ട് എങ്ങനെയെങ്കിലും ഒരു പാര കൊടുക്കാൻ പറ്റുമോ അതിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുത്തത് പവിത്രയാണ്.
പവിത്രയും അതുപോലെ മോഹിനിയുമാണ്. അതിനുള്ളൊരു തിരിച്ചടി തന്നെയാണ് പവിത്രയ്ക്കും മോഹിനിക്കും ഇപ്പോൾ കിട്ടുന്നത് എന്ന് പ്രേക്ഷകരായി നമുക്ക് സന്തോഷത്തോടു കൂടി ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. കാരണം അത്രത്തോളം ദ്രോഹമാണല്ലോ പിങ്കിയുടെ മനസ്സിൽ നന്ദയ്ക്കിട്ട് പിങ്കിയോട് പറഞ്ഞു കൊടുക്കുകയും പിങ്കിയെ കൊണ്ട് തമ്മിൽ തല്ലിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ പവിത്രയ്ക്ക് അല്പം കിട്ടേണ്ടത് തന്നെയാണ്. എന്നാലും മോഹിനിക്കും ഇത് കിട്ടേണ്ടത് തന്നെയാണ്. മോഹിനിയുടെ മാനവും പോയി. തൻ്റെ മോൻ്റെ തൻ്റെ മരുമോള് ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു ബന്ധത്തിൽപ്പെട്ട ഒരു അല്ലെങ്കിൽ നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്നുവെങ്കിലും അത് ഒരു വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു, മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു അമ്മായിമ്മയ്ക്ക് സഹിക്കാൻ കഴിയുമോ? അവർ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെ ഇന്ത്യപുരത്തുണ്ടാകുകയും അങ്ങനെ പവിത്രനെ ഇന്ത്യപുരത്ത് നിന്ന് ഇറക്കി വിടുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നന്ദ അവിടെ ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി പവിത്രയുടെ അടുക്കൽ ചെല്ലുകയും പൗത്രനെ ആശ്വസിപ്പിക്കുകയും പൗത്രയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പം പൗത്ര കാര്യങ്ങളൊക്കെ പറയും, എനിക്കിതിനെ നന്ദേച്ചി എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഒന്നും അറിയത്തില്ല, ഇദ്ദേഹം ആരാണെന്നോ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണോ ഒന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് പൗത്ര നന്ദയുടെ മുൻപിൽ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊട്ടിക്കരയുമ്പോൾ നന്ദയ്ക്ക് എന്തോ മനസ്സിലായി, ഇതിൻ്റെ അകത്ത് എന്തോ ഒരു ചതിയുണ്ട്, അല്ലെങ്കിൽ ഈ കഥയ്ക്കുള്ളിൽ എന്തോ വേറൊരു ലക്ഷ്യമുണ്ട് എന്ന് നന്ദ മനസ്സിലാക്കി ഈ സജയൻ എന്ന വ്യക്തിയെ കണ്ടുപിടിക്കണം, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയണം. അതിനുവേണ്ടി നന്ദ ഒറ്റയ്ക്ക് ചില കരുക്കൾ നീക്കുന്നതും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. അതിനുശേഷം കാണുന്നത് പിങ്കിയുടെ വിളയാട്ടമാണോ. പിങ്കിയുടെ വിളയാട്ടം, പിങ്കിക്ക് കിട്ടിയ അവസരം പാഴാക്കുന്നില്ല. പിങ്കി അതുപോലെ അതായത് ഏട്ടത്തിയുടെ നിർദ്ദേശപ്രകാരം ഗൗതം പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് തീരുമാനമുണ്ടാക്കി. അങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് പിങ്കിയുടെ അടുക്കൽ ചെല്ലണം, പിങ്കിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കണം, എന്താണെന്ന് വേണ്ടത്, എന്തൊക്കെയാണ് പിങ്കിക്ക് വേണ്ടത് എന്നൊക്കെ ചോദിച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കുക, അത് പ്രകാരം മേടിച്ചു കൊടുക്കുക. അങ്ങനെ പിങ്കിക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ ഗൗതം നിർബന്ധിതനായി മാറുകയാണ്. അപ്പം ഇതൊക്കെ കണ്ട് നമ്മുടെ നന്ദ പാവം ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക കേട്ടോ. കാരണം തനിക്ക് ഇനി പിങ്കിയുടെ മുൻപ് കാണിച്ച ആ അവകാശം ഇനിയില്ല. തൻ്റെ കുഞ്ഞാണ് പിങ്കിയുടെ വയറ്റിൽ ഉള്ളത് എങ്കിലും അത് കഴിഞ്ഞ ദിവസം കാണിച്ച ആ ഒരു അധികാരം ഇനി കാണിക്കുവാൻ ഒരു സ്വാതന്ത്ര്യമില്ലാതെ നിൽക്കുന്ന നന്ദയുടെ ദയനീയാവസ്ഥയൊക്കെ അടുത്ത ആഴ്ച എപ്പിസോഡിൽ ആദ്യ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാം. അതിനുശേഷം കാണുന്ന പിങ്കി മാക്സിമം തനിക്ക് കിട്ടിയ അവസരം പാഴാക്കാതെ ഗൗതമിനെ ചുറ്റിപ്പിടിക്കുന്ന ചില നിമിഷമാണ്. അങ്ങനെ ഗൗതമിനെ കൊണ്ട് ഫ്രൂട്ട്സുകൾ മേടിപ്പിക്കുന്നു. ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് ഗൗതം ഒന്നും അറിയാത്ത ഗൗതം ഫ്രൂട്ട്സും കൊണ്ട് കൊടുക്കുന്നത് നമ്മുടെ പപ്പായ അല്ലെങ്കിൽ കപ്പളങ്ങ, ആ പഴം അതൊക്കെ മേടിച്ചു കൊണ്ട് കൊടുക്കുക. സത്യത്തിൽ ഒരു ഗർഭിണി കഴിക്കാൻ പാടില്ലാത്തതൊക്കെ ഗൗതം കൊണ്ട് കൊടുക്കുക. തൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അത് പിങ്കിക്കും ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് പിങ്കിയും ആ ആഹാരങ്ങൾ കഴിക്കുക മാത്രമല്ല അത് ഗൗതമിനെ കൊണ്ട് വെട്ടിമുറുക്കി അല്ലെങ്കിൽ പീസാക്കിയിട്ട് തൻ്റെ വായിൽ വെച്ച് കൊടുക്കുവാനും അങ്ങനെ പപ്പായയും അതുപോലെ ആപ്പിളുമൊക്കെ മുറിച്ച് പിങ്കിയുടെ വായിൽ വെച്ച് കൊടുത്ത് പിങ്കീനെ സന്തോഷിപ്പിക്കുവാൻ ചെയ്യുന്ന ചില പ്രവൃത്തികളൊക്കെ വളരെ സങ്കടത്തോടു കൂടി നന്ദ ഇത് കാണുകയാട്ടോ. നന്ദ ഇത് അറിയുമ്പോൾ നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പാതിയൊക്കെ ആയിട്ട് ലക്ഷ്മിയുടെ അടുക്കൽ ചെല്ലുന്നു. ലക്ഷ്മി പറയുന്നുണ്ട്, മോളെ അതൊക്കെ ക്ഷമിക്ക്, അവൻ ചെയ്യുന്നത് നിങ്ങളുടെ കുഞ്ഞിനും വേണ്ടിയല്ലേ, ഇന്ത്യവരത്തിൻ്റെ അവകാശിക്ക് വേണ്ടിയല്ലേ, നമ്മൾ പലതും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കണം. അതുകൊണ്ട് ഇപ്പം എന്തായാലും പിങ്കിയെ നമ്മളൊന്നും ദ്രോഹിക്കുവാനോ അല്ലെങ്കിൽ പിങ്കിയോട് നമ്മൾക്കൊരു വാശി കാണിക്കുവാനോ പാടില്ല, ഗൗതം അത് ഉചിതമായി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് നന്ദേനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ഇല്ല അമ്മേ, എനിക്ക് ഇനി ഒത്തിരി ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരുപാട് പിടിച്ചു നിൽക്കുവാൻ പറ്റില്ല, ഞാനിതിനെ ശക്തമായി എതിർക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് വലിയൊരു ദോഷത്തിലേക്ക് പോകുമെന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി തന്നെയാണ് നന്ദേനെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നത്. ഒടുവിൽ പരിധി വിട്ടു പോവുകയാണ്. നന്ദയുടെ മുൻപിൽ വെച്ച് തന്നെ ഗൗതമും പിങ്കിയും തമ്മിൽ പരസ്പരം കൂടുതൽ സമയം ഇടപെടുകയും കൂടുതൽ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ പിങ്കിയുടെ സന്തോഷത്തിന് വേണ്ടി പിങ്കിയുടെ ആഗ്രഹത്തിന് വേണ്ടി ഗൗതമിനെ ഒരു കരുവാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നത് നന്ദയ്ക്ക് കൂടുതൽ ദേഷ്യമുണ്ടാകുകയും അങ്ങനെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തിൽ നന്ദ രണ്ടും കൽപ്പിച്ച് ഏട്ടത്തിയുടെ വാക്കിനെ പോലും ധിക്കരിച്ചുകൊണ്ട് പിങ്കിയുമായി മുഖാമുഖം ചെന്ന് വാക്കുതർക്കമുണ്ടാകുകയും അത് വലിയ കയ്യാങ്കളിയിലേക്കൊക്കെ ചെല്ലുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് പ്രമോവിശേഷമാണ്. പ്രമോവിശേഷത്തിൽ എന്തായാലും നന്ദയും പിങ്കിയും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. അത് വലിയൊരു ഇന്ത്യപരത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ചില നിമിഷങ്ങളൊക്കെയായി മാറുന്നു. അതിനിടയിൽ പൗത്രയുടെ വിഷയം, ഈ സജയൻ എന്ന വ്യക്തി
ഇന്ത്യപുരത്ത് വരുന്നു. അതും വലിയൊരു സമാധാനക്കേട് ഉണ്ടാക്കുന്നു. എന്തായാലും ഇന്ത്യപുരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്ന ഒരു നാശകോശമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. വളരെ ഒരു സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത ഒരു അനുഭവത്തിലൂടെയൊക്കെയാണ് ഇന്ത്യവരം തറവാട് പോകുന്നത്. അർജുൻ്റെ മരണത്തോടുകൂടി ഇന്ത്യവരം താളം തെറ്റിയ ഒരവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ ഒടുവിൽ നന്ദ രണ്ടും കൽപ്പിച്ച് ഇന്ത്യവരത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി തയ്യാറാകുന്ന ചില നിമിഷങ്ങളും അടുത്ത ആഴ്ച എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും റിയൽ വിശേഷമൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് പ്രമോ വിശേഷമാണ്. എല്ലാ ദിവസവും റിയൽ വിശേഷം കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക, പ്രമോ വിശേഷം കാണുവാൻ ശ്രമിക്കുക. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.